ഹലോ. ആഹാ, ഇത്ര നേരത്തെ എത്തിയേ? ഇന്നിങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചല്ല. ദേ ഇവനെ കിട്ട് കൈ കിട്ടിയപ്പോ നേരെ കിട്ട് പോരെ. പൂനെന്ന് സവാളയും കയറ്റി വന്ന ലോറി ഡ്രൈവറുടെ വക അകത്ത നല്ല ഒന്നാന്തരം തറവാടിയാ. വീട്ടുകാരത്തേക്ക് ഇതൊന്നും കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. അവര് കഴിക്കണ്ടേ? അതല്ല, ഇതുകൊണ്ട് അകത്തേക്ക് കയറുന്നതിന് ഇത്തിരി പരിങ്ങല്ല. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളേ. ക്രിസ്മസ് ആയിട്ട് ഇത്തിരി വെള്ളടിക്കാൻ സമ്മതിക്കാത്ത ഏത് ഭാര്യ ഉണ്ടോ? അതിന് ക്രിസ്മസിങ് എത്തില്ലല്ലോ. എത്തിക്കോട്ടെ, വേഗം എത്താനുള്ള ഒരു അഡ്വാൻസ് ആയിട്ട് ഇവനെ സൽക്കരിക്കാം. വരിക. ഇറച്ചിക്കറി ഉണ്ടല്ലോ അല്ലേ? അതുണ്ടാവും. ആ, എന്നെ കണ്ടുവല്ല പരിചയമുണ്ടോ? ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. അല്ല, ഓർമ്മയുണ്ടാവില്ല. ആ തിരക്കിൽ മണവാളിനെ നോക്കുവോ ശാപ്പാടടിക്കാൻ വന്നവരെ നോക്കുവോ അല്ലേ? ഇതാണ് തിരുമേനി. അങ്ങനെ വെറും തിരുമേനി എന്ന് പറഞ്ഞാൽ പോരാ. മാങ്കുളം മനക്കിലെ സാവിത്രി അന്തർജനത്തിന്റെയും ദേവദത്തൻ നമ്പൂരിയുടെയും മൂന്നാമത്തെ പുത്രനാ വിഷ്ണുനാരായണൻ നമ്പൂരി. ഇപ്പൊ പഴയൊരു സവാള മുതലാളുടെ കണക്ക് പിള്ള. ഒരു ഗമയ്ക്ക് വേണേ അക്കൗണ്ടറിനും പറയാ. ഇവിടെ വെറും തിരുമേനിയാ. ആ കണ്ടോ, ജോസൂട്ടിയല്ലേ പറഞ്ഞ എന്റെ അകത്ത് കേട്ടില്ലാന്ന്. തിരുമേനിമാർക്ക് എവിടെയോ സ്ഥാനം ഉണ്ടോ മാപ്പിളെ? അപ്പോഴേ ക്രിസ്തുമസിനെ സ്വീകരിക്കാൻ സ്വാഗത പരിപാടിക്കുള്ള ഒരുക്കത്തോടെ ഞാൻ വന്നിരിക്കണേ. ഒരു ഇത്തിരി ഇറച്ചിക്കറി എടുത്തോ, 2 ഗ്ലാസും കുറച്ച് വെള്ളം. ട്രീസയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ? അവിടെ നിൽക്കുക. എന്താ തന്റെ പേര്? നമ്മുടെയോ? ബിജി സജി. അസലായിട്ടുണ്ട്. താനിവിടെ ഇരിക്കുക. ഓ, ഇയാൾക്കിത് എന്ത് പറ്റിയെന്ന് ഞാൻ ആലോചിക്കുന്നു. ആദ്യമായിട്ടാ ഇങ്ങനൊരു. വെറുതെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നോണയൊന്നും പറയണ്ട. അല്ല, ആളൊരു പാവാണേ. ആരെവിടെ പാവം അല്ലാത്തെ? താഴത്തെ എങ്ങടെ ചേട്ടാ ജഗും ഗ്ലാസ് എടുത്തുണ്ടോ? ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ അങ്ങനെ കൂടുതൽ പതിവുണ്ടേ. നീ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് കിടന്നു ഇരിക്കണോ? കുട്ടിയെ, ഇപ്പൊ എന്തായി? സമ്മതിച്ചിരിക്കണം. ആ, നീ ഉറങ്ങിയിട്ടുണ്ടോന്ന് അറിയാൻ വിളിച്ചടാ. ഉറങ്ങിയിട്ടുണ്ടാവും തിരുമേനി, ഇല്ലാന്ന് ഞാൻ. സോറി, ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ. എന്റെ ഭാര്യയാണ് ഇപ്പൊ അസലും ഉറക്കായിരിക്കും. അല്ല, ഇത് കേട്ടപ്പോ ട്രീസ കരുതും ഞാനൊരു സ്ഥിരം മദ്യപാനിയാണെന്ന്. അല്ലാട്ടോ, ഇല്ലത്തങ്ങളിൽ ചെന്നാ ഈ വക സാധനങ്ങളെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരാളാ ഞാൻ. മാത്രമല്ല, മത്സ്യമാംസാദികൾ ഞാൻ കഴിക്കുമെന്ന് എന്റെ ഭാര്യ സ്വപ്നത്തിൽ പോലും കരുതാൻ ഇടം കൊടുത്തിട്ടില്ലേ. ഇതൊക്കെ നാട് വിട്ട് പോന്നാലേ ഉള്ളൂ. നാട് വിട്ട് നാട് വന്നാ പിന്നെ നാണല്ല എന്നാ പ്രമാണം. ഇയാളിങ്ങനെ പൂച്ചയെ പോലെ ഇരിക്കൊന്നും കണക്കാക്കണ്ട. വിളഞ്ഞ വിത്താ ഒരു കുപ്പി ഒറ്റയ്ക്ക് വിഴുങ്ങും. വേണ്ടാന്ന് പറഞ്ഞ ഉടനെ കുഴപ്പമുണ്ടാകില്ലേ? അല്ലെങ്കിൽ മദ്യപാനം ഒരു കുറ്റല്ല. ഞങ്ങളുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ തന്നെ മദ്യപാനില്ലാത്തൊരു കുറവാന്നല്ല, ഇല്ല. അല്പം മദ്യം ബോധത്തെ ഉണർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടാവണല്ലോ. ബൈബിളിൽ മാത്രമല്ല, പുരാണത്തിലുണ്ട്. മദ്യപന്റെ സൈക്കോളജിയെ കുറിച്ച് വരെ പറഞ്ഞിട്ടുണ്ട്. കാകൻ, കൊക്ക്, ചെറുകിളി, ഹനുമാൻ, കുംഭകർണൻ, പിറ്റേന്ന് വിഭീഷണൻ. കാര്യം മനസ്സിലായോ? ഇല്ല. തനിക്കറിയോ? മദ്യപാനി ഷാപ്പിൽ കയറുമ്പോ കാക്കട സ്വഭാവ. ഓട്ടക്കണ്ണിട്ട് അങ്ങടും ഇങ്ങടും നോക്കി ചാടി ചാടി അകത്തേക്ക് ഒറ്റ കയറല. അകത്ത് കേറിയ പിന്നെ കൊക്ക. അപ്പുറം ഇപ്പുറം നോക്കാതെ ഒറ്റ ഇരിപ്പിൽ ഒറ്റ പിടിപ്പിക്കല. അവനകത്ത് ചെന്നാ പിന്നെ ചെറുകളിയായി കലവര. ഈ വർത്താനം പറച്ചിലും കപ്പലണ്ടി തീറ്റയും അടുത്ത പടി ചാട്ട. ഷാപ്പിൽ കാണുന്നവരോടൊക്കെ ഹലോ ഹലോ ഹനുമാൻ, പിന്നെ കുംഭകർണൻ. കൂർക്കം വലിച്ച ഒറ്റ ഉറക്കം. ഇറ്റേന്ന് കുറ്റബോധായി. വേണ്ടിയിരുന്നില്ല വിഭീഷണൻ. കലക്കി. ഇതാരോ വാകാരുടെങ്കിലും ആവട്ടെ. ശ്ലോകം എങ്ങനെയുണ്ട്? സൂപ്പർ. റീസക്ക് ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കില്ലേ തോന്നുന്നു. നിർത്തി, ഞങ്ങൾ നിർത്തി. ഞാൻ അറിഞ്ഞ സന്തോഷപൂർവ്വം ഇതൊക്കെ ഒരുക്കി തന്നതിന് നന്ദിയുണ്ട്. അല്ല, ഇനിയിപ്പോ ഈ കണ്ടീഷനിൽ പോണോ? അയ്യോ, പോണം. എന്റെ കണ്ടീഷൻ ഒരു കുഴപ്പമില്ല. ഗുഡ് നൈറ്റ് ബോത്ത് ഓഫ് യു.
സമയം എന്തായി? 9 ആകാറായി. എന്റെ ഭഗവാനെ, ഇന്ന് ആ മുതലാളുടെ വക പൂരപ്പാട്ട് കേൾക്കേണ്ടി വരും. താനെന്ത് പണി ചെയ്ത് കുറച്ചും കൂടി നേരത്തെ വിളിക്കായിരുന്നില്ലേ? അതുകൊള്ളാം. എത്ര നേരമായിട്ട് വിളിക്കുന്നതാ? അബദ്ധായി. ട്രീസ് വേറൊന്നും വിചാരിക്കരുത്. ഇവിടുത്തെ ഈ ബോറൽ ലൈഫില് ഇതൊക്കെ ഉള്ള ഒരു റിലീഫേ. എന്നാലും ഇന്നലത്തിന് കൂടി പോയി. വേണ്ടായിരുന്നു. ചായയോ? അല്ല, ഞാൻ ഇന്നലത്തെ കാര്യത്തെ കുറിച്ച് പറഞ്ഞാണേ. ഇനിയിപ്പോ വിഭീഷണനാവണ്ട. വിഭീഷണനോ? ഇന്നലത്തെ ശ്ലോകേ കാകൻ കൊക്കി ചെറുകിളി. അതൊക്കെ ഞാൻ ഇന്നലോടെ വിളമ്പിയോ? ഈ കുട്ടിക്ക് ബോറടിച്ചുണ്ടാവും. സാരല്ലേ, ചായ കുടിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ വരയ്ക്കാൻ പഠിപ്പിക്കോ? മോക്ക് ചേച്ചി കോലിടുന്ന അച്ഛൻ മേടിച്ചേരാട്ടോ. കാന്താരി ഇവിടെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? എന്റെ അപ്പനും നല്ല ബെൽത്തൂരൽ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ലേ? രണ്ടു കൊണ്ടാട്ടി ഇരിക്കണം താനേ ഭാഗ്യവാൻ. അപ്പൊ ഇടയ്ക്ക് വരാം. എനിക്കൊരു പ്രസാദം ഇല്ലല്ലോ, വരണ്ടെന്നാവൂലേ? വരട്ടെ മക്കളെ. കവരി, എനിക്ക് ദേഷ്യം അയാളോട്. ഇയാളെ അണ്ണനെ കൊണ്ട് കുടിപ്പിക്കാൻ വരുന്നത്. അണ്ണൻ ഇങ്ങനെ എന്നും കുടിക്കാറുണ്ടോ? ഏയ്, ഈ തിരുമേനി വരുമ്പോഴേ ഉള്ളൂ. അന്നൊരു പൊടി പൂരായിരിക്കും. ഞാൻ വഴക്ക് പറയും. നിന്റെ അപ്പന്റെ രണ്ടാമത്തെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ താമസം? ഒരുമിച്ചോ? ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്ന് അൻപക്കൊന്നാ ഇവിടുത്തുകാര് പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. ചിന്ന വീടോ? രണ്ടാം ഭാര്യമാരെ അങ്ങനെയാ വിളിക്കുക. ഇവിടെ മുരുക ഭഗവാന് തന്നെ 2 ഭാര്യമാരാ, വള്ളിയും ദേവിയാനിയും. അപ്പൊ നിന്റെ അമ്മയൊന്നും പറയില്ലേ? പറഞ്ഞിട്ടെന്തിനാ? അപ്പന്റെ ഇഷ്ടല്ലേ? ബാലൻസ് ഉണ്ടെങ്കിൽ വെച്ചിരുന്നാ പോതും. ഞാൻ അപ്പുറം വന്ന് വാങ്ങിക്കല. നീ എങ്ങടെ പോറ? കൊഞ്ചം വേല എടുക്കണ. ശരി. കുഴந்தைக்கு என்ன பால் எடுக்கணுமா? വേണങ്ക. ആളിവിടെ ഇല്ല. കാലത്തെ വ്യാപാരത്തിന് പോയതാ. ഞാൻ മുത്തുനെ കാണാൻ വന്നതൊന്നുമല്ല. പിന്നെ എന്നെ കാണാൻ വന്നതാ? പോ മാമ. നിനക്ക് നാണിക്കാനൊക്കെ അറിയാലോ. ആര് എന്നെ കളിയാക്കി എനിക്ക് ദേഷ്യം വരുവേ. ഓ, എന്നാ അവിടെ ഇരിക്കുക. നല്ല മധുരമായിട്ട് ഒരു ചായ തരാം, അത് കുടിച്ചിട്ട് പോവാ. എത്തിയില്ലോ. 100 ആയിസാ. മുത്തോ, കുറച്ച് തിരക്കുണ്ട് മാമ. ടിഫിൻ കഴിച്ചിട്ട് പോകുമനെ. മാർക്കറ്റിൽ ലേലം തുടങ്ങാൻ സമയമായി. ഒന്ന് ഇറങ്ങിയിട്ട് പോടാ, ഒരു ചെറിയ കാര്യമുണ്ട്. എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ പറ. മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ഞാൻ മേടിച്ചോണ്ട് വരാം. എനിക്കൊന്നും മേടിക്കാനില്ല. നേരത്തും കാലത്തും ടിഫിൻ ചാപ്പിട്ടില്ലെങ്കിൽ കൂമ്പ് വാടിപ്പോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വാ. നമ്മുടെ സൗകര്യം നോക്കി കടച്ചെന്നല്ലേ ജോസൻ എന്നെ ഓടിക്കും. എന്നാ പിന്നെ ടിഫിൻ കഴിച്ചിട്ട് പോ. നിനക്ക് ജോലി തിരക്കല്ലേ, നീ പൊക്കോ. അതാ നല്ലത്. അല്ല, കഴിച്ചിട്ട് പോ. മാമൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലാന്ന് വേണ്ട. അങ്ങനെ വലിയ ബഹുമാനം ഒന്നും വേണ്ട. അല്ല, സമയത്തിന് ആരും കഴിച്ചില്ലെങ്കിൽ ഈ കൂമ്പ്. സൈക്കിൾ വെച്ചിട്ട് പോ, എനിക്ക് തിരക്കുണ്ട്. കാവേരി, നീ ഓടി വീഴണ്ട. കാവേരി മതി, മോൻ പേടിക്കും. മക്കളെ വീഴ്ച നിന്റെ തോലുരിക്കും ഞാൻ. അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? ഒറ്റയ്ക്കിരുന്ന് മടുത്ത് കാണുമല്ലേ? ഏയ്, മക്കളുള്ളോണ്ട് നേരം പോണ അറിയില്ല. തലയിൽ എന്തെന്നെ തേക്കണേ? നല്ല മണമുണ്ടല്ലോ. ചെറുനാരിങ്ങയിലും ചെമ്പരത്തിയും കൂടിയിട്ട് കാച്ചുന്ന എണ്ണയാ. ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പോ സൂക്ഷിക്കണം. പുഴയിൽ തന്നെയല്ലേ, വെള്ളത്തിന് കട്ടി കൂടുതലാ. തലമുടിയൊക്കെ ചാകരിനാരി പോലെ ആവും. പോരാത്തിന് സുഖമില്ലാത്ത ആളാണല്ലോ. കാവേരി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. എപ്പോ ഇരിക്കുമോ? ഇല്ല, തണുപ്പ് അധികം ആവുമ്പോഴേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് ഇവിടുത്തെ തന്നെ തലയിൽ ഒഴിച്ചാൽ എനിക്ക് അപ്പ തുടങ്ങും ഇരുമല്. രാമേട്ടന് ഒരു കുഴപ്പമില്ല. ശരിക്കും കുഴമ്പ് തേച്ച് ചൂട് തന്നെയിലാ കുളിക്കുക. ആ കുഴമ്പിന് നല്ല മണാട്ടോ. മറ്റവരോടെ പോയി? ആര്? ആ ചക്കളത്തിയാ. അവള് കാലയിലെ കൂടെ കൊണ്ട് ഇറങ്ങുമല്ലോ ആണുങ്ങളെ കണ്ണറിഞ്ഞ് വീഴ്ത്താൻ. കൂടോത്രക്കാരിയാ. കൂടോത്രോ? വേറൊരു പെണ്ണിന്റെ മുഖത്ത് കണ്ണെടുത്ത് പാക്കാത്ത ആളായിരുന്നു എന്റെ രാമേട്ടൻ. അവള് കൈവശം കൊടുത്തതാ. അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. എനിക്ക് വിശ്വാസമാ. ജഡസ്വാമിയുടെ അടുത്ത് പോയി മഷിയിട്ട് നോക്കിയപ്പോ കണ്ടതാ. പരിപ്പുവടയിലാ കൊടുത്തേക്കണേ. നമ്മുടെ ഒന്നും നാട്ടിലെ പോലെ അല്ല ഇവിടെ. വലിയ കൂടോത്രക്കാരുണ്ട്. എത്ര അൻപായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് മാറ്റിക്കളി. നമ്മളെ പാക്കറത് കൂടെ അവർക്ക് വെറുപ്പാവും. എന്റെ അനുഭവം ഞാനീ പറയുന്നേ. എന്താ ശവം കൊണ്ടുപോണതാ? ശവോ? ആ
കസേരയിൽ ഇരിക്കുന്ന ചത്താളാ. എന്നിട്ടെന്താ ചെണ്ടോട്ടും ഡാൻസും ഒക്കെ ആയിട്ട്? ഇവിടെ ഇപ്പിടിത്താ ചത്താലും പറഞ്ഞാലും ഒക്കെ കൊട്ടും പാട്ടുവാ. കാവേരി, ദാ അപ്പാവെ കൊണ്ടുവന്നാച്ച് കുതിര അടിച്ചു കെട്ട്. എന്നെ ആരും പിടിക്കണ്ട, ഞാൻ തനിയെ നടന്നോളാം. ഇങ്ങനെ നടക്കാൻ എനിക്കൊരു പട്ടിയുടെ സഹായവും വേണ്ട. എവിടുന്നാ കിട്ടിയത്? ബെഞ്ചിനടുത്ത് സ്വാമിമാരിക്കും പറയുന്ന. മോനും അടുത്തിട്ടുണ്ടാവൂല്ലേ? ഏയ് അങ്ങനൊന്നും കരുതണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്റെ അച്ഛനാണിങ്ങനെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവരണ്ടേ. മുത്തു, ഈ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. വേണ്ട, എന്നെ കൊണ്ട് ബെൽറ്റ് അഴിപ്പിക്കണ്ട. എസ് ഐ തന്നെ ஐஜி வந்தா என்ன ஒன்றும் பண்ண முடியாது. ഈ രാമയ്യന്റെ 17 വന്ന് എவ்வளவு വർഷം ആച്ചത് தெரியுமாடி? ആരും മോനെന്തെങ്കിലും കഴിച്ചോ? കഞ്ഞി വെച്ച് മാമൻ കാത്തിരിപ്പുണ്ടാവും. രാമയ്യൻ ആര്